അഡ്വക്കേറ്റ് സതീഷ് വാസൻ നേരത്തെ വിദ്യാസാഗർ ഗുരുമൂർത്തി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ഇൻ്റർനാഷണൽ സ്മഗ്ലിങ്ങിനുള്ള അതിൻ്റെ ഒരു ഡിസൈൻ ആണ് തയ്യാറാക്കിയത്. അപ്പോൾ കോടതി തന്നെ ഒരാളുടെ പേര് എടുത്തു പറയുകയും ചെയ്തു, സുഭാഷ് കപൂർ. അത് ഇപ്പോൾ ജയിലിലാണെന്നാണ് ഞാൻ കരുതുന്നത്. തമിഴ്നാട്ടിൽ ജയിലിൽ കഴിയുകയാണ് സുഭാഷ് കപൂർ. എന്തായാലും സുഭാഷ് കപൂർ ഒരു ചെയിനായിരിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ അനുചരന്മാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. മാത്രമല്ല ഇത് നോക്കൂ, എല്ലാ അയ്യപ്പ ഭക്തരും ആവർത്തിച്ച് ചോദിക്കുന്നതാണ്, ശബരിമലയിലുള്ളത് ഇപ്പോൾ ആ ശ്രീകോവിൽ അകത്തുള്ളത് ഒറിജിനൽ അയ്യപ്പ വിഗ്രഹമാണോ എന്ന്. അതുകൊണ്ടാണോ നമ്മുടെ മന്ത്രിമാരവിടെ പോകുന്ന സമയത്ത്, അല്ലെ മുഖ്യമന്ത്രിയും പോയല്ലോ, ആ സമയത്ത് ഇവർ ദേവസ്വം മന്ത്രിയൊന്നും തൊഴാതെ നിൽക്കുന്നത്? അത് ഒരു സാധാ ശില്പമായതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതിൽ അവർക്കൂടെ അറിയാവുന്നത് കൊണ്ടാണോ ഇങ്ങനെ കൈകൂപ്പി തൊഴാതെ നിൽക്കുന്നത് എന്ന സംശയവും പലരുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതല്ലേ? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ ഒരു ദിശയിലും അന്വേഷണം നടത്തേണ്ടതല്ലേ? അപ്പോൾ നിങ്ങളെ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ശബരിമലയോട് സ്നേഹമുണ്ടെങ്കിൽ, ഇപ്പോൾ വലിയ ആഗോള അയ്യപ്പ സംഗമമൊക്കെ സംഘടിപ്പിച്ചവരാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ തലത്തിലും അന്വേഷണം നടക്കേണ്ടതല്ലേ? കാരണം ശബരിമലയിലുള്ളതെല്ലാം ഒറിജിനലാണോ എന്നൊരു സംശയം ഇപ്പോൾ അയ്യപ്പ ഭക്തരിൽ ഉണ്ട്. ശബരിമലയെ അങ്ങ് തകർക്കുക മാത്രമല്ല, അതിനെ ഒരു അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുക. ഇനിയിപ്പോൾ എരുമേലിയിൽ വിമാനത്താവളം വരുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂറും തുറന്നു വച്ചിരിക്കുന്ന ഒരു കോവിൽ അവിടെ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സർക്കാരിന്. അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ട് പാലിക്കണം എന്ന നിർബന്ധമോ നിബന്ധനയോ ഇല്ല. മറിച്ച് ടൂറിസം പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ വ്യക്തമായ ഒരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. അതിന് സർക്കാരിൻ്റെ എല്ലാ ഒത്താശയും ഉണ്ട്. നോക്കൂ, അന്നമ്പ്യാർ പറയാനായിട്ടു ഇത് സർക്കാർ അയ്യപ്പ വിഗ്രഹം ഒറിജിനൽ അല്ലാത്തതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി അതുപോലെ തന്നെ മന്ത്രിമാരൊക്കെ അവിടെ നിന്ന് തൊഴാത്തതെന്ന്. നോക്കൂ, അത് വേണമെങ്കിൽ പരിശോധിക്കാം. നമ്പ്യാറിനോ അല്ലെങ്കിൽ അവർക്കറിയാലോ, കാരണം നമുക്ക് തമ്മിൽ എപ്പോഴും ആശയവിനിമയം നടത്തുന്നതായിരിക്കുമല്ലോ. അപ്പോൾ പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു കാണും അവിടെ പോയി തൊഴേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ഒറിജിനൽ അല്ല. ഈ ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ കാണുമ്പോൾ ഞെട്ടുകയാണ് അഡ്വക്കേറ്റ് സതീഷ് വാസൻ. അല്ല, ഞാൻ പറയുന്നത് പരിശോധിക്കപ്പെടണമെങ്കിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു വിഷയമല്ല. അല്ല ഞാൻ പറയുന്നത് ഈ നമ്മൾ പരിശോധിക്കേണ്ട സമയത്തെല്ലാം പരിശോധിച്ച് തന്നെ പോകണമെന്നേ. ഒരു നമ്മൾ അതിലൊരു ഡൗട്ടൊന്നും വയ്ക്കണ്ട. ഞാനിത് പറയും പോലെ ഇപ്പം നമ്മളെ സാമൂഹ്യ നിരീക്ഷകൻ സി വിദ്യാസാഗർ അദ്ദേഹം പറയുന്ന കേട്ടു, ഈ മറ്റ് മതസ്ഥരെയൊക്കെ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിൽ ഈ കമ്മ്യൂണിസ്റ്റുകാർ കയറ്റണമെന്ന്. അങ്ങനെയാണോ സാറേ? ഈ ശബരിമല എന്ന് പറയുന്നത് തത്തമ്മസ് എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഒന്നായിരിക്കും അവിടെ എന്തു ബിസിനസ്സിനാണ് ഈ മറ്റു മതസ്ഥരെ കൊണ്ടുവന്നത്? നോക്കൂ, നമ്മൾ ശബരിമല ഒരു മതേതര ആരാധനാലയമാണ്, മതേതര ക്ഷേത്രമാണ്. അങ്ങനെ ഒരു ബ്രാൻഡ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്നു. അല്ല, അന്നമ്മ അത് കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ കൊണ്ടുവന്നു. അതിൽ എഴുതിയിരിക്കുന്ന എന്താണ്? ശബരിമലയിൽ തത്വമസി, നിങ്ങളെല്ലാം അല്ലെങ്കിൽ ഞാനെല്ലാം ഒന്നാകുന്നു എന്നുള്ള ഒരു വാചകമല്ലേ? പക്ഷേ എന്തായാലും അല്ല, ഞാൻ നമ്മൾ തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പലം എവിടെയാണ്? അത് ആരാണ് ചെയ്യുന്നത്? തൊട്ട് ഞാൻ പറഞ്ഞിട്ട് ആറ്റുകാൽ അല്ല ശബരിമലയും നമ്മളെ വാവനമ്പലമായിട്ട് ബന്ധമില്ലേ? നിങ്ങൾ അങ്ങനെ പറയുന്നത് ഈ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ മാത്രം ഈ മതേതരത്വം മതിയോ എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു ഏത് ക്ഷേത്രം അങ്ങനെയാണ് നമുക്കൊരു മസ്ജിദും അതുപോലെ ചർച്ചും എല്ലാം നമുക്ക് മതേതര. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയന്റെ ഭാഗത്തുനിന്നുണ്ടാവും, നിങ്ങളുടെ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാൻ പറയുന്നത് അവര് ഓടിച്ചിട്ടടിക്കും. ഞാൻ പറയുന്നത് നമ്മളിപ്പം സംസാരിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങളുടെയും കാര്യങ്ങളില്ല. അപ്പൊ നമുക്ക് മറ്റേ ഇത് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ വിദ്യാസാഗർ പറയുന്നു, അദ്ദേഹം പറയുന്നു, ഞാൻ പറയുന്നത് വിദ്യാസാഗറൊക്കെ പറയുന്നത് മുകളിലുള്ള താളികക്കുടം അതുപോലെ തന്നെ അമ്പലത്തിന്റെ ഇത് ചൊറ
അല്ല ഞാൻ പറയുന്നത് ആരാണ് ചെയ്യുന്നത്? മറ്റു ചർച്ചയിൽ വന്നിരുന്ന് ചുമ്മാ വളവള പറയുന്നതല്ല, ആധികാരികമായി പഠിച്ചിട്ട് പറയുന്നതാണെന്ന്. അല്ല ഞാൻ പറയുന്നത് ശരി, ഞാൻ സമ്മതിക്കുന്നേ. ഇതിനൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ മൂല്യമുണ്ട്. സുഭാഷ് കപൂറുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ ഇവിടെ പോറ്റിമാരുണ്ടാവുന്നത്. അല്ല ഞാൻ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതെല്ലാം ചെയ്യുന്ന ആരാണ്? ഹിന്ദുക്കളാണെന്നേ. അവിടെ പൂജ ചെയ്യുന്ന ആരാണ്? വേറെ ഇതാണ് പൂൾനൂലിട്ട പോറ്റിമാരല്ലേ അതിൻ്റെ അകത്ത് കയറുന്നത്? അല്ല സാധാ നമുക്ക് കയറാൻ പറ്റുമോ? ഹിന്ദുക്കളായ നായന്മാർക്കും ഈഴവർക്കും ബാക്കിയുള്ള പുലയന്മാർക്കും അവിടെ പൂജ ചെയ്യാൻ പറ്റുമോ? അവിടെ ചെയ്യുന്നതാരാണ്? ബ്രാഹ്മിൻസ് അല്ലേ? തന്ത്രിയെ വിമർശിച്ചു അദ്ദേഹം. അല്ല വിമർശിച്ചു. ഞാൻ വിദ്യാസാഗറിനെ കുറ്റം പറയാനല്ല, ഞാൻ അദ്ദേഹത്തിന് കുറ്റം പറയും. ഞാൻ പറയുന്നത് ഇത് നമ്മൾ കമിഴ്ന്ന് കിടന്ന് ഹിന്ദുക്കളായ നമ്മളെല്ലാം കിടന്ന് കമിഴ്ന്ന് കിടന്ന് തുപ്പും പോലെയാണ് നമുക്ക് തോന്നുന്നത്. അത് തിരിച്ച് നമ്മളടുത്ത് നിന്ന് വരും. നമ്മൾ ഇതിന്റെ മറ്റേ അറ്റത്താണ് മറ്റു മതസ്ഥരുള്ളത്, ജർമ്മനിയിലും അമേരിക്കയിലാണ്, ഇവിടെയല്ല. അല്ല ഞാൻ പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലെ കൊള്ളയടിക്കുന്ന എല്ലാം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണെന്ന്, മറ്റു മതസ്ഥരല്ലാന്ന് മാത്രമേ ഞാൻ സമ്മതിക്കുന്നുള്ളൂ. ബെനിഫിഷ്യറീസ് ഉണ്ടല്ലോ, ബെനിഫിഷ്യറീസ് ആരാണെന്ന് പറയാൻ പറ്റുമോ? അല്ല ഞാൻ നിങ്ങൾ ഈ ചുമ്മാ കൊണ്ടുവന്ന് നമ്മളെ തെറ്റുകൾ ചെയ്യുന്നവനെ ശിക്ഷിക്കപ്പെടൂ. അല്ലമ്പേറെ നമ്മൾ ആരാണോ തെറ്റ് ചെയ്യുന്നത് ആ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കപ്പെടൂ. ഞാൻ അതാണ് പറയുന്നത്. നമ്മൾ ബാക്കിയുള്ള കാര്യത്തിന് എന്തിനാണ് നമ്മൾ ഈ നമ്മളെ കുട്ടികൾ ചെയ്ത തെറ്റിന് നമ്മൾ കുറ്റം പറയാനാര്? അയൽവക്കത്ത് അവൻ്റെ കൂട്ടുകാരനെയും അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറിനെയാണ്. ഇതാണ് നമ്മളെ കുഴപ്പം. അത് നമ്മൾ മാറ്റിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നമ്മളെ കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ ശിക്ഷിക്കുക. നീ ചെയ്തത് തെറ്റാണ് എന്നേ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇത്തരം സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാൻ വേണ്ടി ഇപ്പൊ നേരത്തെ ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞല്ലോ NIA വരട്ടെ എന്ന്. അല്ല ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞു. കാരണം എന്താ പറയുക, ഇപ്പൊ ഇന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കണക്ഷൻ ഉണ്ട് ഈ കൊള്ളയ്ക്ക്. ഹൈക്കോടതി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കേരളത്തിനകത്ത് നിന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതേസമയം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വന്നു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ പരിശോധിക്കാൻ അവർക്ക് സംവിധാനമുണ്ട്. അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് അതിന് ആര് തടസ്സം ചെയ്യിക്കുന്നു? ഹൈക്കോടതി പറയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അതിനെ കൊണ്ട് പറ്റില്ല. NIA വരണമെന്ന് പറഞ്ഞാൽ NIA വരും, ഒരു സംശയമില്ല. അതിലാരാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഹൈക്കോടതി പറയുന്നിട്ട് ഇപ്പം നമ്മൾ ഇതിന് അതിൻ്റെ പേരുന്നത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇവോക്ക് ചെയ്യണമെന്ന്. അത് ഇവോക്ക് ചെയ്യാൻ എങ്ങനെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ വക്കീലെന്നുള്ളതിൽ കാര്യം ഇത് തെഫ്റ്റാണ്, ഇത് മോഷണമാണ്. ഈ തെഫ്റ്റിൽ എങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പറഞ്ഞ ഇവോക്ക് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. അത് ഹൈക്കോടതിയിൽ തന്നെ പ്രത്യക്ഷത്തിൽ അഴിമതി നടന്നിരിക്കില്ല. അഴിമതിയല്ല, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇവോക്ക് ചെയ്യണമെങ്കിൽ ഗുണഭോക്താക്കൾ മാത്രമല്ല കാശ് കിട്ടുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ. അല്ല ഇത് അതിനെക്കാട്ടി വലിയ ഇത് മോഷണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഇതിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചു. അല്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ സ്റ്റോളൻ അല്ലേ, ഇത് മോഷണല്ലേ, തെഫ്റ്റ് അല്ലേ? ഇതൊക്കെ പറയുന്നത് ആ രീതിയിൽ അത് ക്രൈം അല്ലേ? ഒരു തലത്തിൽ നോക്കുമ്പോൾ തെഫ്റ്റാണ്, മോഷണമാണ്, കവർച്ചയാണ്. പക്ഷേ ഇവിടെ അഴിമതി നടന്നിട്ടില്ലേ, കറപ്ഷൻ അല്ലേ നടന്നിരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ ഉന്നതങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇനിയിപ്പോൾ ഈ കറപ്ഷൻ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കണം എന്നൊരു നിർദ്ദേശം ഹൈക്കോടതി ടീമിന് നൽകിയിട്ടുണ്ട്. അതിന്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ സർക്കാരിൽ ഇരിക്കുന്നവർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ സംശയത്തിന്റെ നമുക്ക് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് സർക്കാരിനെ അതുപോലെ ബെനിഫിഷ്യറീസ് ഒക്കെ സർക്കാരിന്റെ മന്ത്രിമാരാണ്, അതൊക്കെ തെറ്റായ ഒരു ഇതാണ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം വഴി 23 തവണ സ്വർണം കടത്തി. അതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറി ആരാണ്? അല്ല ഞാൻ പറഞ്ഞില്ലേ 23 എവിടെ തെളിവുണ്ടെന്ന് ആരാ? നിങ്ങൾ ഈ ചുമ്മാ പറയുന്നത് ഞാൻ പറയല്ലേ ഇതൊക്കെ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ NIA വന്നാലും ഇത് ഇല്ലല്ലോ. അല്ലല്ലോ ഞാൻ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് NIA വന്നു, CBI വന്നു, എല്ലാം വന്നല്ലോ. സ്വർണ്ണക്കടത്തിന്റെ ബെനിഫിഷ്യറീസും ഉന്നതങ്ങളിൽ ഇരിക്കുന്നവർ തന്നെയാണ്. അല്ലല്ല ഞാൻ അവിടേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം കടന്നു ചെല്ലുമോ എന്നുള്ളതാണ് ഇപ്പോഴും സംശയമായി അവശേഷിക്കുന്നത്.